ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരം ശരിക്കും ഒന്ന് ഞെട്ടി കേട്ടോ. ഞാൻ പതിവ് പോലെ ഉച്ചയൂണൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കുള്ള വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി കൊണ്ടുവന്നിട്ടൊരു കറി തന്നു. നോർത്ത് ഇന്ത്യൻ ആണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ വിളമ്പി നോക്കുമ്പോൾ അത് അതിനകത്തൊരു നൂല് കിടക്കുന്നു. അപ്പം എൻ്റെ മനസ്സിലൂടെ എന്തെല്ലൊക്കെയോ ഓടി കേട്ടോ. പ്രത്യേകിച്ച് കേരള ഹൗസ് ഉടൻ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ മൂവിക്കകത്ത് കൊച്ചിൻ ഹനീഫിനെയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. എന്താണെന്ന് ആ മൂവി കണ്ടവർക്ക് എന്തായാലും കാര്യം മനസ്സിലാവും. പിന്നെ നോക്കുമ്പോൾ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. പിന്നാണ് കാര്യം മനസ്സിലായത്, ഇത് കരേല ഭർവയാണ്, അതായത് നമ്മുടെ കൈപ്പയ്ക്കയില്ലേ, കൈപ്പയ്ക്ക നിറച്ചത്. അപ്പം നിറയ്ക്കുന്ന സാധനം പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ആടെ നൂലുകൊണ്ട് കെട്ടി വെച്ചതാണ്. എല്ലാ നൂലും ഉണ്ട് കേട്ടോ. അപ്പം ഇതിനു മുമ്പേ എനിക്ക് രശ്മിയാണ് ഇത് ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്. ആള് ട്രാൻസ്ഫർ പോയല്ലോ. അത് ഞാൻ പൂജയോട് പറഞ്ഞു, രശ്മിയുടെ കരയില കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ചോദിക്കുകയും ചെയ്തു അവളോട്. പക്ഷേ പിറ്റേന്ന് തന്നെ ആൾ ഉണ്ടാക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോൾ രശ്മി ഉണ്ടാക്കുന്ന ഒരു പടവലങ്ങയുടെ ബർവേ ഉണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി എന്തായാലും അവളോട് ചോദിച്ചിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കും. ഈ കരയില എന്തായാലും ഞാൻ ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കും കേട്ടോ. അതിൻ്റെ കൂടെ നമ്മുടെ നേന്ത്രക്കായയുടെ ഉപ്പേരി ഉണ്ടായിരുന്നു, അതായത് പച്ചക്കായും മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാ ദിവസവും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു ഇതാണ് എൻ്റെ തൈരും വേപ്പിലക്കട്ടിയും. അത് ഞാൻ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ നമ്മുടെ അയല തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് ബാക്കിയും കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ്. എന്നാലും ആ ഞെട്ടലിൽ നിന്ന് ഞാൻ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ കരയില ഭർവ എന്തായാലും ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് ട്രയൽ ചെയ്തിട്ട് അതെനിക്ക് ഇഷ്ടമാകുവാണ്. കുറച്ചൊന്നും മലയാളീകരിക്കണമല്ലോ. അതിന് ശേഷം ഞാൻ പറ്റുവാണെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ഇടാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഉച്ചയൂണ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും ഒരു ഉച്ചയൂണായിട്ട് കാണാം കേട്ടോ. ടാറ്റാ.